അദ്ദേഹം ഗണ്ണെടുത്ത് അയാളെ ഗൺ പോയിന്റ് ഷൂട്ട് ചെയ്യുമോ? അല്ല വിഷമുണ്ട്, ഞാൻ അപ്പോഴായിട്ട് പേടിച്ച് നിൽക്കുകയാണ്. വെടി വെച്ച് അങ്ങോട്ട് കൊന്നേക്കാം അല്ലേ? തീരുമാനമാക്കി ഒന്നും നോക്കണ്ട, വെക്കാം. ഞാൻ മരിക്കാൻ പോവുകയാണ്. കാരണം ഞാൻ ജർമ്മനിക്കാരനല്ല, ഞാൻ ശരിക്കും വോളണ്ടിയറിനാണ്. സമ്മറി ഓഫ് ദ ചാപ്റ്റർ 8 പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് ചാപ്റ്റർ മൊത്തത്തിൽ ഒന്നൊരു അവലോകനം ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജംഷാദ്, യു ക്യാൻ കോൾ മീ ജെഡി. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ SSLC ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ ദ അറ്റിക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അവസാനം വരെ നിങ്ങൾ ഓൾറെഡി പഠിച്ച ഒരാളാണെങ്കിൽ, ഓൾറെഡി വായിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു റിവിഷൻ ആയിട്ടാണ് നമ്മളിത് സെറ്റാക്കാൻ പോകുന്നത്. സമ്മറി ഓഫ് ദ ചാപ്റ്റർ 8 പോയിന്റ്സ് ആണ്. ഇനി അതല്ല, കേൾക്കാത്ത ഇതുവരെ കാണാത്ത ആൾക്കാരാണെങ്കിൽ കൂടി അവർക്ക് ഈ ഒരു ചാപ്റ്ററിനെ പറ്റിയുള്ള ഒരു ബോധം, ഒരു അവയർനെസ് നിങ്ങൾ കിട്ടാൻ പോവുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. സോ അടിപൊളിയായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ചാപ്റ്റർ ഇൻ ദ അറ്റിക് കണ്ടുകൊണ്ടിരിക്കുക, കാണുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത്രയും കിടിലൻ ചാപ്റ്റർ ആണത്. നമുക്കൊരു വാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. വാർ കൊണ്ടുണ്ടാവുന്ന കോൺസിക്വൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ ഇതുപോലത്തെ ഇഷ്ടം പോലെ വീഡിയോസ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും. സോ ഇതുപോലെ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. നിങ്ങളുടെ ആ ഒരു SSLC സ്റ്റുഡൻസിന്, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷുവർ ആയിട്ടും ഇത് അയച്ചു കൊടുക്കുക. വാദിസ്ലാവ് സ്പിൽമാൻ ആണ് ഇതിന്റെ ഓതർ. ആക്ച്വലി ഹീസ് ദ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് അല്ലേ? മെയിൻ പ്രോട്ടഗോണിസ്റ്റും അദ്ദേഹം തന്നെയാണ്. യെസ്, നമുക്ക് ഇതൊരു ഒരു റിയൽ ഇൻസിഡന്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ചാപ്റ്ററിന്റെ ഡീറ്റെയിൽസും ഒരു 8 പോയിന്റിൽ ഇത് സെറ്റ് ആക്കുക എന്നുള്ളതാണ്. 8 പോയിന്റ് പറയുമ്പോൾ വളരെ കുഞ്ഞു പോയിന്റ് അല്ല, ഇച്ചിരി ലെങ്തി ഉള്ള അത്യാവശ്യം അടിപൊളിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെയാണ്. വിത്ത് അതിന്റെ ഒരു AI ഇമേജും വെച്ചിട്ടുണ്ട്, നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് ചാപ്റ്റർ മൊത്തത്തിൽ ഒന്നൊരു അവലോകനം ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ലൈവ് എൻഡ് ആയതിനു ശേഷം, ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. തുടങ്ങാൻ പോവാണ്. എന്താണ് ഇൻ ദ അറ്റിക്? അറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി തട്ടിൻപുറം എന്നാണ് അർത്ഥം. ഓക്കെ, തട്ടിൻപുറം. ഒരു പട്ടാളക്കാരിൽ നിന്ന്, കുറച്ച് ഈ പറയുന്ന ജർമ്മൻ പട്ടാളക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു അറ്റിക്കിൽ, ഒരു ബിൽഡിങ്ങിൻ്റെ തട്ടിൻപുറത്ത് ഒളിച്ചിരിക്കുന്ന സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിലേക്ക് ഒരു ജർമ്മൻ ഓഫീസർ കടന്നു വരുന്നു. അദ്ദേഹം ഗണ്ണെടുത്ത് അയാളെ ഗൺ പോയിന്റിലിട്ട് ഷൂട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും സഹായം ചെയ്യുമോ എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒരു യുദ്ധത്തിൻ്റെ ആ ഒരു സിറ്റുവേഷനിലും നമുക്കൊരു ഹ്യൂമൻ കൈൻഡിൻ്റെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷ നമുക്ക് വിടരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. നമുക്ക് നോക്കാം എന്തായാലും ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഓൾറെഡി നമ്മുടെ അസ്ത്ര ബാച്ചിലുള്ള കുട്ടികൾക്ക് ഒരു റിവിഷൻ ആണ്. ആ അസ്ത്ര ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇനി അത് ഓരോ ചാപ്റ്ററും ലൈൻ ബൈ ലൈൻ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അസ്ത്ര ബാച്ച് ഇവിടെ ഉണ്ട്. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മുടെ ബാച്ചിനുള്ളത്. നിങ്ങളൊന്നും വേണ്ട, ഇപ്പോഴാണെങ്കിൽ ST10 എന്ന് പറയുന്ന ഈ ഒരു 10% ഓഫറും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ 2 ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു നമ്പർ നോട്ട് ഇതിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞു തരും. ഇപ്രാവശ്യം 3 പ്ലാനൊക്കെ ആയിട്ടാണ് സൈലം നിങ്ങളുടെ മുന്നിലേക്ക് ഈ പറയുന്ന അസ്ത്ര ബാച്ച് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് 3 ബാച്ചിൻ്റെയും പ്രത്യേകതകളാണ്. എല്ലാ ബാച്ചിനും എല്ലാ ഫീച്ചേഴ്സും ലഭിക്കുന്നതായിരിക്കില്ല. ഏറ്റവും ടോപ്പ് ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റിയിൽ ഫാൽക്കൺ ബാച്ച് ഉണ്ടായിരിക്കും നമ്മുടെ ഭാവിയിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇൻഫിനിറ്റി ബാച്ചിൽ, നേരെ ഇൻഫിനിറ്റി പ്രോ ആണിത്. ഇൻഫിനിറ്റി ബാച്ചിൽ നിങ്ങൾക്ക് ആ ഫാൽക്കൺ ബാച്ച് ഇല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കും. ബേസ് പ്ലാനിലേക്ക് വരുന്ന സമയത്ത് പ്രീമിയം പേൾ വീഡിയോസ് ഉണ്ടായിരിക്കില്ല, ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരിക്കില്ല. മാത്രമല്ല പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്കുള്ള ആക്സസ്, അതുപോലെ തന്നെ എൻഡ് ഗെയിം, വർക്ക്ഷീറ്റ്, DPP ഇതൊന്നും ഈ പറയുന്ന ബേസ് പ്ലാനിൽ ഉണ്ടായിരിക്കില്ല. ഐ സജസ്റ്റ് നിങ്ങൾക്ക് ഭാവിയിൽ വലിയ വലിയ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണം, അത് ക്രാക്ക് ചെയ്യണം എന്നുള്ള താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും ബെറ്റർ. അതല്ല അതും കൂടി വേണമെങ്കിൽ ഇൻഫിനിറ്റി പ്രോ ആയിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോ, വാദിസ്ലാവ് സ്പിൽമാൻ. ഇത് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. വാദിസ്ലാവ് സ്പിൽമാൻ എ ജൂയിഷ് പിയാനിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ജൂയിഷ് പേഴ്സണാലിറ്റി ആണ് അല്ലേ? വി ക്യാൻ സേ ഹി ഈസ് ഫ്രം ഇസ്രായേൽ. ഇസ്രായേലുള്ള ഒരു ജൂതനാണ് അദ്ദേഹം. വാസ് ഹൈഡിങ് ഇൻ ദ അറ്റിക് ഓഫ് എ റൂയിൻഡ് ബിൽഡിംഗ്. ഒരു തകർന്ന ബിൽഡിംഗ്. എവിടെയുള്ള? വാർസോ എന്ന് പറയുന്ന പോളണ്ടിലെ ഒരു സ്ഥലമാണ് വാർസോ. അവിടെ ഒരു തകർന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ഒരു പിയാനിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ജോബ് എന്താണ്? അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്താണ്? ഹിസ് എ പിയാനോ വായിക്കുന്ന ആളാണ്, പിയാനിസ്റ്റ് ആണ്. അപ്പോൾ എവിടെ ഏത് സിറ്റുവേഷനിലാണ്? ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ്, 2ാം ലോക മഹായുദ്ധത്തിന്റെ ഇടയിലാണ്
അദ്ദേഹം ഈ പറയുന്ന തകർന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പെട്ടുകിടക്കുന്നത്. ഹി വാസ് വീക്ക്, ഹംഗ്രി ആൻഡ് അഫ്രൈഡ്. അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ എന്താണ്? അദ്ദേഹം വളരെ ക്ഷീണിതനാണ്, വീക്കാണ്, ഹംഗ്രി, നല്ല വിശപ്പുണ്ട്, ആൻഡ് അഫ്രൈഡ്, പേടിച്ച് നിൽക്കുകയാണ്. സെക്കൻഡ് പോയിന്റ്, വൺ ഡേ, ഒരു ദിവസം, എ ജർമ്മൻ ഓഫീസറും അതുപോലെ തന്നെ ജൂയിഷ് പേഴ്സണാലിറ്റി. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചവരാണ്, അല്ലെങ്കിൽ 10th നിങ്ങൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാൻ പോകുന്നവരായിരിക്കും. അതായത് ജർമ്മൻ ഓഫീസേഴ്സിന് കിട്ടിയ നിർദ്ദേശം, എവിടെ ഒരു ജൂയിഷ് പേഴ്സണാലിറ്റിയെ കണ്ടുമുട്ടിയാലും വെടി വെച്ച് അങ്ങോട്ട് കൊന്നേക്കുക, അല്ലേ? തീരുമാനമാക്കി, ഒന്നും നോക്കണ്ട, വെടിവെക്കുക. അവനെ സഹായിക്കാൻ പോകാൻ പറ്റില്ല, അവരൊന്നും ചെയ്യുമല്ല, കൊല്ലുക, അത് തന്നെ പരിപാടി. ഓക്കെ, വൺ ഡേ ജർമ്മൻ ഓഫീസർ ഫൗണ്ട് ഹിം. ഒരു ജർമ്മൻ ഓഫീസർ ഈ ചെങ്ങായി നമ്മുടെ സ്പിൽമാനെ ഈ ഒരു തട്ടുംപുറത്ത് ഒളിച്ചു നിൽക്കുന്നത് കണ്ടുമുട്ടി. എന്തായിരിക്കും സംഭവിക്കുക? സ്പിൽമാൻ തോട്ട് ഹി വുഡ് ബി കിൽഡ്. ഞാൻ മരിക്കാൻ പോവുകയാണ്, കാരണം അദ്ദേഹം ഒരു ജർമ്മൻ ഓഫീസറാണ് എന്ന് മനസ്സിലായി. ബട്ട് ദ ഓഫീസർ സ്പോക്ക് കൈൻഡ്ലി ടു. പക്ഷേ ഇത് നല്ലൊരു ഓഫീസറടാ, നല്ലൊരു ജർമ്മൻ ഓഫീസർ. മൂപ്പര് വളരെ ഒരു ദയോട് കൂടിയിട്ട് കൈൻഡായിട്ട് അദ്ദേഹത്തോട്, നമ്മുടെ സ്പിൽമാനോട് സംസാരിച്ചു എന്ന് മാത്രമല്ല, വെൻ ദ ഓഫീസർ ലേൺ ദാറ്റ് സ്പിൽമാൻ വാസ് എ പിയാനിസ്റ്റ്, താനൊരു പിയാനിസ്റ്റ് ആണെന്ന് കേട്ടപ്പോൾ, താനൊരു പിയാനിസ്റ്റ് ആണ്, തൻ്റെ ജോലി എന്താ ചോദിച്ചപ്പോൾ ഞാനൊരു പിയാനിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ, ഹി ആസ്ക്ഡ് ഹിം ടു പ്ലേ ദ പിയാനോ. മറ്റേ റൂമിൽ കാണിച്ചിട്ട്, അവിടെ ഒരു പിയാനോ ഉണ്ട്, നീ ഇതൊന്ന് പ്ലേ ചെയ്യുമെന്ന് പറഞ്ഞു. എന്തിനാ? അയാളോട് അത്രയും സൗഹൃദത്തിൽ, അയാളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നിരുന്നാലും അയാളോട് അത്രയും സന്തോഷത്തിൽ, സൗഹൃദത്തിലാണ് പെരുമാറുണ്ടായിരുന്നത്. ദോ ഹിസ് ഫിംഗേഴ്സ് വർ സ്റ്റിഫ് ആൻഡ് ഡേർട്ടി. കുറേ ദിവസങ്ങളായിട്ട് എന്താണ്, അദ്ദേഹം ഈ യുദ്ധത്തിൻ്റെ ഭീതിയിലാണ്, യുദ്ധത്തിൽ അകപ്പെട്ടിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വിരലുകളൊക്കെ എന്തായിട്ടുണ്ട്, ഉറച്ചു പോയിട്ടുണ്ട്, മണ്ണ് കൊണ്ടൊക്കെ എന്തായിട്ടുണ്ട്, ചളി പിടിച്ച് കിടക്കുകയാണ്, ഡേർട്ടിയാണ്, സ്റ്റിഫാണ്, അതിൻ്റെ ആ ഒരു പഴയ ഒരു ഫ്ലോ ഒന്നും ഇല്ല. ഓക്കെ, എന്നിട്ടും സ്പിൽമാൻ പ്ലേഡ് എ ചോപ്പിൻ പീസ് ബ്യൂട്ടിഫുള്ളി. ചോപ്പിൻ സി ഷാർപ്പ് മൈനറിലുള്ള ചോപ്പിൻ നൊക്ട്രൂൺ എന്ന് പറയുന്ന ഒരു പാട്ടാണ്, മീൻസ് ഒരു മ്യൂസിക്കാണ്. ആ മ്യൂസിക്കിന്റെ പേരാണ് അത് ചോപ്പിൻസ്. ഓക്കെ, ആ ചോപ്പിൻസിന്റെ ആ ഒരു ഭാഗം അദ്ദേഹം എന്താക്കി, ആ പിയാനോയിൽ പ്ലേ ചെയ്തു. ദ ഓഫീസർ വാസ് ഡീപ്ലി മൂഡ് ബൈ ദി മ്യൂസിക്. കേട്ടപ്പോൾ മൂപ്പർ അങ്ങോട്ട് വേറെ ഏതോ ലോകത്തേക്ക് എത്തിപ്പോയി, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മൈൻഡിലേക്ക് വന്നു. ആൻഡ് ഹി ഡിസൈഡഡ് ടു ഹെൽപ്പ് സ്പിൽമാൻ ഇൻസ്റ്റെഡ് ഓഫ് ഹാമിങ് ഹിം. അയാളെ വെടിവെച്ച് പൊട്ടിക്കേണ്ടതിന് പകരം, അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടക്കേണ്ടതിന് പകരം അയാൾ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ സഹായിക്കാം എന്നുള്ള മൈൻഡിലേക്ക് എത്തി. ചിലപ്പോൾ ആ ഒരു മ്യൂസിക് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള നന്മ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ഏതായാലും മൂപ്പര് പിയാനോ വായിക്കുന്നു, അത് വല്ലാതെ അങ്ങ് എഫക്റ്റ് ചെയ്യുന്ന നമ്മളെ ജർമ്മൻ ഓഫീസർ നമ്മുടെ സ്പിൽമാനെ സഹായിക്കാൻ പോവുകയാണ്. യെസ്, നമുക്ക് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി പോയിന്റ്സ് ഓൾറെഡി കംപ്ലീറ്റഡ് ആയി. ഇനി ബാക്കിയുള്ള ഹാഫ് പോയിന്റ്സ് കൂടി നമുക്ക് ബാക്കിയുള്ളൂ, നോക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഈ ഒരു എക്സ്പ്ലനേഷനും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. യെസ്, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. ദ ഓഫീസർ ഷോഡ് ഹിം എ സേഫർ ഹൈഡിങ് പ്ലേസ് ഇൻ ദ അറ്റിക്. എടാ, അറ്റിക് അത്ര സേഫ് അല്ല. ഓഫീസർ പറഞ്ഞു കൊടുക്കണേ, അറ്റിക്കിനേക്കാട്ടിലും നല്ലൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. അറ്റിക് പറഞ്ഞാൽ ഈ തട്ടുംപുറത്തിനാണ് അറ്റിക് പറയാം. എന്നിട്ട് അവിടെ ലോഫ്റ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താക്കും മനസ്സിലാവും. ലോഫ്റ്റ്, അറ്റിക്കിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ചുകൂടി സേഫ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ലോഫ്റ്റ് എന്ന് പറയുന്നത്. ആ ലോഫ്റ്റിൽ പോയി കിടന്നോളാൻ പറഞ്ഞു. അവിടെയാണ് ഏറ്റവും സേഫ്. പട്ടാളക്കാർ വന്നാലും നിന്നെന്താക്കൂല, കാണൂല, അവിടെയാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുത്തു. ആൻഡ് ബ്രോഡ് ഹിം ഫുഡ് ലൈക്ക് ബ്രെഡ് ആൻഡ് ജാം. അവർക്ക് എന്താ കൊണ്ടു കൊടുത്തു? ഫുഡ് കൊണ്ടു കൊടുത്തു, ബ്രെഡും ജാമും കൊണ്ടു കൊടുത്തു. ലേറ്റർ ഹി ഓൾസോ ഗേവ് ഹിം എ വാം ബ്ലാങ്കറ്റ്. നല്ല ചൂടാക്കാൻ വേണ്ടിയിട്ട്, തൻ്റെ ആ ഒരു നല്ല ഡിസംബർ സിറ്റുവേഷനിലൊക്കെയാണ്, അത് നല്ല തണുപ്പുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബ്ലാങ്കറ്റ് ഒക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്പിൽമാൻ സ്പെൻഡ്സ് മെനി ലോൺലി വീക്സ് ഹൈഡിങ് ഇൻ ദ അറ്റിക്. ആഴ്ചകളോളം ഈ അറ്റിക്കിൽ, ഈ തട്ടുംപുറത്ത്, ഈ ലോഫ്റ്റിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഏകാന്തനായിട്ട് നിന്നു. ഹി ഹിയർഡ് സൗണ്ട്സ് ഓഫ് വാർ ഔട്ട്സൈഡ് ആൻഡ് വെയിറ്റഡ് ഹോപ്പ്ഫുള്ളി ഫോർ ദ വാർ ടു എൻഡ്. യുദ്ധം അവസാനിക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരുന്നു. പക്ഷേ പുറത്തുണ്ടാക്കുന്നുണ്ട് യുദ്ധത്തിൻ്റെ സൗണ്ടുകളൊക്കെ, ആർട്ടിലറി ഫയർസ് ഒക്കെ എന്താക്കുന്നുണ്ട്, വെടിക്കങ്ങനെ ചിഹ്നം പിടിച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. യെസ്, അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യെസ്, അതിനുശേഷം ലാസ്റ്റ് 2 പോയിന്റ്സിലേക്ക് കിടക്കുകയാണ്. ഫൈനലി, അവസാനം, ജർമ്മനി വാസ് ഡിഫീറ്റഡ് ആൻഡ് വാർസോ വാസ് ലിബറേറ്റഡ്. ജർമ്മനി എന്തായി? അവിടെ വിട്ടു പോവാണ്. ജർമ്മനി അവിടെ നിന്ന് തോറ്റു പോവാണ്. ആൻഡ് വാർസോ ലിബറേറ്റഡ് ആയി. വാർസോ, പോളണ്ടിലെ ഈ വാർസോ എന്ന് പറയുന്ന സ്ഥലം സ്വതന്ത്രമായി എന്നുള്ള അനൗൺസ്മെന്റ്, റേഡിയോ അനൗൺസ്മെന്റ് ഒക്കെ വന്നു. സ്വതന്ത്രമായിട്ടുണ്ട്. വെൻ സ്പിൽമാൻ കെയിം ഔട്ട് വെയറിങ് എ ജർമ്മൻ കോട്ട്. ജർമ്മൻ ഓഫീസർ ഇങ്ങനെ പോകുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ സ്പിൽമാൻ ഒരു കോട്ട് കൊടുത്തിരുന്നു. ഏത് കോട്ട്? അയാളുടെ കോട്ട്. കുറച്ചുകൂടി തണുപ്പ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ സഹായിക്കാൻ വേണ്ടി കൊടുത്തതാ.
പക്ഷേ അവിടെ സ്വതന്ത്രമായ പിന്നെ വാർസമാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാരോട് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും കൊല്ലുക പരിപാടീസൊക്കെ ആയിരുന്നു. ഓക്കെ, അവർ ടാക്സ് പിരിക്കലും അവർ തോന്നിയതുപോലെയുള്ള ഭരണമായിരുന്നു. അപ്പോൾ അവർ പോയി കഴിഞ്ഞു, എല്ലാവരും പോയി, അവിടെ ഇന്ത്യ സ്വതന്ത്രമായി. അതിനുശേഷം ഒരു ബ്രിട്ടീഷുകാരൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ദേശമൊക്കെ അയാളോട് തീർക്കൂലേ? അതുപോലെ നമ്മുടെ സ്പിൽമാൻ ആ ഓവർകോട്ട് ഇട്ടാ വരുന്നത്. സ്പിൽമാൻ ശരിക്കും പോളണ്ടുകാരനാണ്, ആ നാട്ടുകാരനാണ്. പക്ഷേ ആ പോളണ്ടുകാരനായിട്ടും അയാളിട്ട കോട്ട് കാരണം അയാൾ ആരാണെന്ന് തെറ്റിദ്ധരിച്ചു, ജർമ്മൻ ഓഫീസറാണെന്ന് തെറ്റിദ്ധരിച്ചു. പോളിഷ് സോൾജേഴ്സ് മിസ്റ്റേക്ക് ഹിം ഫോർ എ ജർമ്മൻ സോൾജർ. പോളിഷ് സോൾജേഴ്സ്, അതായത് പോളണ്ടിലെ പട്ടാളക്കാർ ഇവനെ ആരാന്ന് കരുതിയിട്ട് ജർമ്മൻ ഓഫീസറാന്ന് കരുതിയിട്ട് അവൻ്റെ പിന്നാലെ പോയി. ആഫ്റ്റർ എക്സ്പ്ലെയിനിങ്, അതായത് ഗൺ പോയിന്റ്, ആ ഒരു ഭയങ്കര ശബ്ദം, ഭയങ്കര മൊമെൻ്റാണത്. നിങ്ങൾ ടെക്സ്റ്റ് വളരെ ഡീറ്റെയിൽ ആയി വായിച്ചാൽ അടിപൊളിയായിട്ട് മനസ്സിലാവുള്ളത്. ആഫ്റ്റർ എക്സ്പ്ലെയിനിങ് ഹൂ ഹി വാസ്, അവസാനം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ ജർമ്മനിക്കാരനല്ല, ഞാൻ ശരിക്കും പോളണ്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ സ്പിൽമാൻ വാസ് റെസ്ക്യൂഡ് ആൻഡ് കെയർഡ് ഫോർ ബൈ ദ സോൾജേഴ്സ്. അപ്പോൾ സോൾജേഴ്സ് അവന് കെയർ കൊടുത്തു, അവന് വേണ്ട സഹായങ്ങൾ കൊടുത്തു, ഫുഡ് കൊടുത്തു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആഫ്റ്റർ നിയർലി 6 years ഓഫ് സഫറിങ്, 6 വർഷത്തോളമായി ഈ ഒരു യാതനകൾ, യുദ്ധം തുടങ്ങിയിട്ടേ, ഹി ഫൈനലി ബിക്കം എ ഫ്രീ മാൻ ആൻഡ് പ്രിപ്പയർഡ് ടു ബിഗിൻ എ ന്യൂ ലൈഫ്. അങ്ങനെ അയാൾ പുതിയ ലൈഫ് തുടങ്ങാൻ വേണ്ടി സെറ്റാവാണ്. അദ്ദേഹം ഫ്രീ ആയി, അയാൾ പുതിയ ജീവിതത്തിലേക്ക് നടന്നു പോവുകയാണ്. മിക്കവാറും എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ പിയാനോ അദ്ദേഹം വീണ്ടെടുക്കും. പോളിഷ് റേഡിയോയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മിക്കവാറും ഇതിന് ശേഷവും അദ്ദേഹം പോളിഷ് റേഡിയോയിൽ വർക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജർമ്മൻ ഓഫീസറോട് പോകുന്ന സമയത്ത് അയാളുടെ പേര്, എൻ്റെ പേര് സ്പിൽമാൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭയങ്കര മൊമെൻ്റാണത്. അയാൾക്ക് തിരിച്ചെന്തെങ്കിലും സഹായിക്കണ്ടേ, അതായത് നിങ്ങൾ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ ഈ പേരോർമ്മ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. നിങ്ങൾക്ക് എന്താണോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പിന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുപോലെ ഏത് ചാപ്റ്ററാണ് ഇതുപോലെ ഇതിൻ്റെ ഒരു റിവ്യൂ പോലെ നിങ്ങൾക്ക് പറയേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ SSLC ഫ്രണ്ട്സ്, ഓക്കെ, അത് അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് ഇതിനുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിനും സെറ്റാക്കണം. വസ്ത്ര ബാച്ച് ഇവിടെ ഫുൾ പവർ ആയിട്ടുണ്ട്. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, it's a bye. Thank you. It's me, Jamshad. You can call me JD. Love you.